സ്വാദിഷ്ടമായ നാരങ്ങ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിന് ചില സ്ഥലങ്ങളിലൊക്കെ വടുകപ്പുളി എന്നാണ് പറയുന്നത്. ഇത് വളരെ സ്വാദിഷ്ടമാണ്. ഇത് ഒരു ശകലം മതി, നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. അപ്പം നമ്മൾ ഇന്ന് നാരങ്ങ കറി വെക്കാൻ പോവുകയാണ്. ഇതിന് പറയുന്ന പേരാണ് വടുകപ്പുളി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇത് നന്നായി ഞാൻ കഴുകി വെച്ചേക്കുവാണ്. ഇത് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യണം. ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് കറി വെക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളകുണ്ട്, ചുവന്ന മുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, ശർക്കരയുണ്ട്, ഇത്രയുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് അരിയാം. നമുക്ക് ഇതിൻ്റെ തൊലിയൊന്നും നമുക്ക് കളയണ്ട. അപ്പം നമുക്കിതിനെ നന്നായിട്ട് വെട്ടി നുറുക്കി എടുക്കാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തിലൊക്കെ ഒരുപാട് കുരുക്കളുണ്ട്, കണ്ടോ? ഈ കുരുക്കളെല്ലാം നമുക്ക് ഇതുപോലെ എടുത്ത് കളയാം. കുരുവൊന്നും കാണില്ല. കുരുവെല്ലാം നമുക്കെടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുരുക്കളെല്ലാം തന്നെ എടുത്ത് കളഞ്ഞ് വെച്ച് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉലുവ ഇടാം. അപ്പം കടുക് പൊട്ടി നമുക്ക് ഉലുവ ഇടാം. ഉലുവായും അങ്ങനെ പൊട്ടുന്നു. അതിനുശേഷം നമുക്ക് പച്ചമുളക്, ചുവന്ന മുളക്, കറിവേപ്പില ഇതിടാം. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അത് ഇവിടെ കിടന്ന് അത് നല്ലവണ്ണം ഒന്ന് വഴന്ന് വരട്ടെ. ഇതിനകത്ത് നമുക്കൊരല്പം ഉപ്പിടാം. നമ്മൾ ഈ നാരങ്ങ അരിഞ്ഞ് വെച്ച സമയത്ത് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ടായിരുന്നു. ഞാനത് പറയാനായിട്ട് വിട്ടുപോയി. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇവത്തിലേക്ക് നമുക്ക് മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയുണ്ട്. ഇത് നമുക്കിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം. പച്ചമണം മാറട്ടെ. ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ പുളിവെള്ളം റെഡിയാക്കി വെച്ചായിരുന്നല്ലോ, ആ പുളിവെള്ളം ആവശ്യത്തിന് നമുക്ക് ഇവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇത് വെള്ളം വറ്റി വരുന്നവരെ നമുക്ക് ഇളക്കണം. വറ്റി വരുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിൻ്റെ കൂടെ നമുക്കൊരല്പം ശർക്കര കൂടെ ഇടണം. ഈ ഒരു പീസ് ഞാൻ ഇടുകയാണ്. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും ആയില്ല. ഇത് വറ്റി വരണം, നന്നായിട്ട് വറ്റണം. ഇത് കണ്ടോ? നന്നായിട്ട് വറ്റി വരുമ്പോഴാണ് ഇത് ശരിയാകുന്നത്. അപ്പോൾ വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ കണ്ടോ? ഞാൻ ഇത് നോക്കി, ഇതിൻ്റെ ടേസ്റ്റ് നോക്കി, ഉപ്പും പുളിയും എല്ലാം തന്നെ നല്ല പരുവത്തിനുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം ഈ വടുകപ്പുളി അച്ചാറല്ല, വടുകപ്പുളി നാരങ്ങ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.